Hello friends, welcome back to our channel Mom's Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കൊച്ചു ടിപ്പായിട്ടാണ്. നമ്മുടെ വീടുകളിലുള്ള ബെഡുകൾ എങ്ങനെയാണ് നമുക്ക് നല്ലതുപോലെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് നല്ല പില്ലോ കവറൊക്കെ വെച്ച് ഒരു ഹോട്ടൽ സ്റ്റൈലിൽ എങ്ങനെ നമുക്ക് നമ്മുടെ ബെഡ് ഒരുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ അതിന് വേണ്ടി വലിയ വില കൂടിയ ബെഡ്ഷീറ്റുകളോ അല്ലെങ്കിൽ അതിന് വേണ്ടി വില കൂടിയ പില്ലോ കവേഴ്സോ ഒന്നും മേടിക്കേണ്ട. നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ നമുക്ക് നല്ല വൃത്തിയായിട്ട് ചുളിവുകളൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ബെഡ് നമുക്ക് വിരിച്ചിടാൻ പറ്റും അല്ലെങ്കിൽ ഒരുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്കത് ഒരുക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഇതാണ്, ഈ ഒരു ബെഡിലാണ് ഞാൻ നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ വെച്ച് ഞാൻ പെട്ടെന്ന് തന്നെ ഒരുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വെറും 2 മിനിറ്റ് മതി. അപ്പോൾ ഇതുമ്മ കവറൊന്നുമില്ല, ഞാൻ നേരെ തന്നെ ബെഡ്ഷീറ്റ് ഇടാണ്. സാധാരണ ഇവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ ഫിറ്റഡ് ഷീറ്റൊക്കെ കിട്ടും. സാധാരണ ഞാൻ ഫിറ്റഡ് ഷീറ്റ് ഇട്ടിട്ടാണ് പിന്നെ ബെഡ്ഷീറ്റ് ഇടാം കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങൾക്കത് ക്ലിയറായി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ബെഡും തന്നെ നേരിട്ട് ഞാൻ ഈ ഒരു ബെഡ്ഷീറ്റ് ഇടുന്നത്. അപ്പോൾ നമ്മൾ ബെഡ്ഷീറ്റ് എടുക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല, ഒരൊറ്റ കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ. ഇതുപോലെ ഓരോ 4 കോർണറിലും നമ്മൾ ഒരു കെട്ടിട്ട് കൊടുക്കണം. അപ്പോൾ അതിന് കാര്യമായിട്ടൊന്നുമില്ല. ഇതിപ്പോൾ സാധാരണ ഒരു നോട്ട് എന്ന് പറയില്ല, ഒരു കെട്ട്, ഒരു നല്ല ടൈറ്റിൽ തന്നെ കെട്ടാൻ നോക്കുക. നല്ലതുപോലെ വലിച്ച് നല്ല മുറുക്കി ഒരൊറ്റ കെട്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ട്രിക്ക്. അപ്പോൾ ഈ നമ്മൾ ബെഡ്ഷീറ്റ് വിരിക്കുമ്പം ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു കെട്ട്, ഇത് വേണം ബെഡിൻ്റെ അടിയിലോട്ട് നല്ല ടൈറ്റായിട്ട് പോകാനായിട്ട്. അപ്പോൾ ഇതൊരു നമ്മൾ കെട്ടായതുകൊണ്ട് സാധാരണ നമ്മൾ ബെഡ്ഷീറ്റ് ഈ കെട്ടിടാതെ ഇടുമ്പോഴത്തേക്കും അത് ഊർന്ന് പോവും. അങ്ങനെയാണ് നമ്മുടെ ചില ബെഡുകളൊക്കെ നമ്മൾ എത്ര വിരിച്ചിട്ടെന്നാലും അത് പ്രോപ്പറായി ഇരിക്കത്തില്ല, എപ്പോഴും ഇങ്ങനെ വഴുതി പോവും. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ നല്ലതുപോലെ ടൈറ്റായിട്ട് ഇരിക്കും. ഈ ഒരു കെട്ടുള്ളത് കൊണ്ട് അതിനിങ്ങനെ എന്താ പറയുക, പെട്ടെന്നൊന്നും ഊരിപ്പോകാനൊന്നും പറ്റില്ല. അത് മാത്രമല്ല ചുളിവുകളൊന്നും ഇല്ലാതെ നല്ല ടൈറ്റായിട്ട് ഇരിക്കും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 4 അതിരുകളിലും, 4 അതിരുകളല്ല, 4 ചുറ്റും അതിന് 4 കോർണറിലും നമ്മളിതുപോലെ തന്നെ ഓരോ കെട്ടുകളിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് സാധാരണ നമ്മൾ ബെഡ് എങ്ങനെയാണ് നമ്മൾ ഉരുക്കുക അതേപോലെ തന്നെ. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കെട്ടിയിട്ടുള്ള ആ ഭാഗം നല്ലതുപോലെ നമ്മുടെ ബെഡിൻ്റെ അടിയിലേക്ക് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ബെഡ്ഷീറ്റ് ഈ ഒരു നമ്മൾ എടുക്കുന്ന ബെഡിൻ്റെ അതേ അളവിൽ തന്നെ ആയിരിക്കണം. ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല, ഇച്ചിരി കുറഞ്ഞാലാണ് നമുക്ക് ഇതിങ്ങനെ നമുക്ക് താഴത്തേക്ക് ചിലപ്പോൾ എത്തിയെന്ന് വരില്ല, ആ കാലിൻ്റെ ഭാഗത്തോട്ട് എത്തിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് സൈസ് എടുക്കുക, അല്ലെങ്കിൽ ഇച്ചിരി കൂടുതലാണെങ്കിലും കുഴപ്പമില്ല. കുറവ് ഒരിക്കലും എടുക്കരുത് കേട്ടോ. അതായത് ഒരു ഡബിൾ ബെഡ് നമ്മൾ സിംഗിൾ ബെഡ് ഇട്ട് കഴിഞ്ഞാൽ അത് കറക്റ്റായി വരത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഈ ഒരു കെട്ട് നമ്മുടെ ബെഡിൻ്റെ അടിയിലോട്ട് നല്ലതുപോലെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കണം. ഇനി നമുക്കതുപോലെ എല്ലാ ഭാഗവും ഒന്ന് ചെയ്യാം. അത്രയും നമുക്ക് ചെയ്യേണ്ടതുള്ളൂ. ഇനി ഞാൻ പില്ലോ ഒക്കെ എടുത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഞാനിപ്പോൾ 2 പില്ലോ വെച്ചു. പിന്നെ ഞാനിവിടെ പുതപ്പെന്ന് പറഞ്ഞിട്ട് ഇവിടെ ക്വിൽറ്റാണ്. നമുക്ക് ഈ പുറത്തുള്ളവർക്കൊക്കെ ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും, ക്വിൽറ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇവിടെ പുതപ്പെന്ന് ഇവിടെ കുറച്ച് തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ സാധാരണ പുതപ്പിലൊന്നും നമ്മുടെ തണുപ്പ് ഒതുങ്ങില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ക്വിൽറ്റ് എന്ന് പറഞ്ഞ സംഭവമാണ്. അപ്പോൾ അതിന് ഉള്ളൊരു കവറൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കവറിന് തന്നെ നമ്മൾ ബെഡ്ഷീറ്റിന് നമുക്ക് മാച്ച് ചെയ്ത് കിട്ടുന്ന പോലെയുള്ള പില്ലോ കവേഴ്സ് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ മൊത്തം 4 പില്ലോ ആണ് സാധാരണ ഞാൻ വെക്കാറ്. 2 എണ്ണം ബെഡ്ഷീറ്റിന് മാച്ച് ആയിട്ടുള്ള പില്ലോയും വേറെ 2 എണ്ണം ഈ ഒരു ക്വിൽറ്റ് കവറിന് മാച്ച് ആയിട്ടുള്ള പില്ലോയായിട്ടാണ് വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഒരുക്കിയിട്ട് വരാം. പിന്നെ 2 കുഷ്യനൊക്കെ ഭംഗിക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ വെക്കാം, ഇനി ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ഭംഗിയാണ്, ഇച്ചിരി കളർഫുൾ ആയിട്ടുള്ള ഒരു കുഷ്യൻ കവറൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഷ്യനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ്. ഇനി അതില്ലാന്ന് ഓർത്തൊന്നും വിഷമിക്കൊന്നും വേണ്ട. ഇതേപോലെ നമ്മുടെ ബെഡ്ഷീറ്റ് നല്ല ടൈറ്റായിട്ട് അങ്ങ് വിരിച്ചിട്ടാൽ മതി. അപ്പോൾ തന്നെ കാണാൻ നമ്മളൊരു എന്താ പറയുക, ഒരു 100 ഇരട്ടി കാണാൻ ഭംഗിയാണ് നമ്മുടെ മുന്നത്തേക്കാളും. അപ്പോൾ ഞാൻ അതെന്തായാലും ഒന്ന് ഒരുക്കിയിട്ട് വരാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ റെഡിയാണ്. നമ്മൾ പുതപ്പൊക്കെ വിരിച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം 2 പില്ലോ എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. പിന്നെ 2 കുഷ്യൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിത് നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഇതൊക്കെ മാറ്റമൊക്കെ ചെയ്യാം കേട്ടോ. നമുക്ക് വേണമെന്നുണ്ട് കുഷ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റാം. പിന്നെ നോക്കിക്കേ, ഒരു ചുളിവ് പോലും ഇല്ലാതെ നല്ല നീറ്റായിട്ട് നല്ല വലിച്ചു മുറുകി നമ്മൾ വെക്കാമെന്ന് പറയില്ല, അതേപോലെ അങ്ങനെ ഇരിക്കും. ഇപ്പോൾ എനിക്കൊക്കെ ഇങ്ങനെ ബെഡ്ഷീറ്റിൽ ചെറിയ ചുളിവൊക്കെ വരുമ്പോൾ ഒരു അസ്വസ്ഥതയാണ്. അപ്പം ഞാൻ വീണ്ടും അത് വലിച്ച് ഇങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് കിടക്കുക. പക്ഷേ ഇങ്ങനെ നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വലിച്ചിടലിൻ്റെ ആവശ്യമില്ല. അത് നമ്മൾ രാത്രി എങ്ങനെയാണോ നമ്മൾ കിടന്നിരുന്നത് അതേപോലെ തന്നെ പെർഫെക്റ്റ് ആയിരിക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കേട്ടോ.
അപ്പോൾ പിന്നെ ഈ കുഷ്യൻ ഞാൻ പറഞ്ഞ പോലെ മാറ്റി മാറ്റിയൊക്കെ വെക്കാം, നമ്മുടെ ഇഷ്ടത്തിനൊക്കെ വെക്കുക. അങ്ങനെ നമുക്ക് നമ്മുടെ ബെഡ്റൂം നല്ല ഭംഗിയാക്കി വെക്കാം. നമ്മുടെ ബെഡ്റൂമിലോട്ട് കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു വെൽക്കമിങ് ആയിട്ടുള്ളൊരു ബെഡ്റൂം ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷമാണ്. അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും, അയ്യോ ഇതിനി വിരിക്കണമല്ലോ എന്നൊക്കെ ഓർത്ത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക, നിങ്ങളുടെ ആ ഒരു കൊച്ചു തലവേദന മാറിക്കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. Until then, bye bye.